വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. അസാധ്യമായത് എന്തുണ്ട്, അസാധ്യമായത് എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്. അസാധ്യമായത് എന്തുണ്ട്, അസാധ്യമായത് എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്. പട്ടണത്തിൽ അവൻ വന്നാൽ അത്ഭുതമാ, വീട്ടിൽ അവൻ വന്നാലോ ആനന്ദമാ. 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 ആനന്ദമാ, 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 ആനന്ദമാ. കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവിക അനുഭവങ്ങളിൽ ജീവിക്കണം, ദൈവിക നന്മയിൽ ജീവിക്കണം, ദൈവിക അനുഗ്രഹത്തിൽ ജീവിക്കണം എന്നത്. എന്നാൽ അഭിവൃദ്ധി, ഉയർച്ച, ആത്മീയ അനുഭവങ്ങൾ ഇതെല്ലാം ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകപ്പെട്ടതാണ്. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ട് അനുഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ദൈവജനത്തോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തിക്കും അതിനെ റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിക്കുമേ അതിനെ അനുഭവിക്കുവാനായി കഴിയത്തുള്ളൂ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നാം ദൈവജനത്തെ റിസീവ് ചെയ്ത അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ച ഏത് വിധത്തിലാണ് നമ്മൾ ദൈവജനത്തെ കണ്ടത് എന്ന ആ കാഴ്ചപ്പാടിന് ഒരു വ്യത്യാസമുണ്ടാക്കട്ടെ. നിങ്ങളുടെ ലൈഫിലുടനീളം ദൈവിക അനുഭവങ്ങളിൽ, ദൈവിക വാഗ്ദത്തങ്ങളിൽ, കർത്താവിൻ്റെ നടത്തിപ്പിൽ ഓരോ വ്യക്തികളുമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. First step of Christian life, God will separate you from this world. ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നിന്നെ ഈ ലോകത്തിൽ നിന്ന് ദൈവം through the Holy Spirit, പരിശുദ്ധാത്മാവിലൂടെ, for a special purpose. അതൊരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി. When you listen to his special purpose, നീ അത് അവന്റെ പ്രത്യേക പദ്ധതിയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, special plan, അവന്റെ പ്രത്യേക പദ്ധതി, unique ideas, അത് വ്യത്യസ്തമായ ഐഡിയ. So when you started to walk with him, ആ വ്യത്യസ്തമായ ഐഡിയയിലൂടെ നീ നടക്കാനായി ശ്രമിക്കുമ്പോൾ, when you become the co-worker of God, ദൈവത്തിന്റെ കൂട്ടുവേലക്കാരനായി നീ മാറുമ്പോൾ, your name will be famous first. നിന്റെ പേര് പ്രശസ്തമാകാനായി തുടങ്ങും ആദ്യമേ. And the second one, രണ്ടാമത്തേത്, the Lord calls all nations to fear you. ദൈവം നിന്നെ ലോകരാജ്യങ്ങൾക്ക് ഭയമുള്ളവനാക്കി മാറ്റുവാനിടയാകും. Look at Abraham. അബ്രഹാമിനെ നോക്കിയാട്ടെ. Look at Moses. മോശയെ നോക്കിയാട്ടെ. While he is beginning his ministry, all people excited about his ministry. അവൻ ശുശ്രൂഷ തുടങ്ങിയ കാലഘട്ടത്തിൽ doing miracles, doing wonders. അവന്റെ ശുശ്രൂഷയെ കുറിച്ച് ആൾക്കാർ എക്സൈറ്റഡ് ആയിരിക്കുന്നു. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, വീരപ്രവൃത്തികൾ ചെയ്യുന്നു. But slowly God lift his name up. Amen. പക്ഷേ അതിനുശേഷം അവൻ from that day onwards people started to fear him. അവന്റെ പേരിനെ ദൈവം ഉയർത്തുവാനായി തുടങ്ങി. Look at Joshua. അപ്പോൾ ആൾക്കാർ അവനെ ഭയപ്പെട്ടു. Look at Joshua. നിങ്ങൾ ജോഷുവയെ നോക്കിയാലോ. Look at David. ദാവീദിനെ നിങ്ങൾ നോക്കിയാലോ. Look at Paul. പൗലോസിനെ നിങ്ങൾ നോക്കിയാലോ. Look at Peter. പത്രോസിനെ നിങ്ങൾ നോക്കിയാലോ. Look at the church. നിങ്ങൾ ചർച്ചിനെ
നോക്കിയാലോ people talk about them with fearfully, അവരെ കുറിച്ച് സംസാരിക്കുന്ന ഭയത്തോടുകൂടെ ആയിരുന്നു. because the Lord was with them. കാരണം Amen. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അയ്യടാ, നിങ്ങളുടെ കൈയടി കൊള്ളാം. കൈയടിച്ചൂടെ? ആമേൻ പറ. Amen. Hallelujah. Hallelujah. Some people ask me, Pastor, can I get into that level? ചില ആൾക്കാർ എന്നോട് ചോദിക്കും, എനിക്ക് ആ നിലവാരത്തിലേക്ക് കയറി വരാൻ You are സാധിക്കുമോ? talking about Old Testament saints. ഞാൻ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് നിങ്ങൾ നോക്കിയാട്ടെ. You are talking about the Old Testament saints. നിങ്ങളെ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. But you have to look at the Timothy's. നീ തിമോത്തിയെ നോക്കേണ്ട ആവശ്യമാണ്. When Paul writing to Timothy chapter 4 verse 15. തിമോത്തിയോസ് 4:15 പൗലോസ് ഇങ്ങനെ It is പറയുന്നു, written, practice and work hard for these things. നിന്റെ അഭിവൃദ്ധിക്ക് എല്ലാ പ്രസിദ്ധമായിരിക്കുന്നതിനു Be വേണ്ടി ഇത് കരുതുക. absorbed in them, so that your progress will evident to all. നീ അതിൽ തന്നെ കരുതി ഇരിക്കുക. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കേണ്ടതിന് ഇത് കരുതുക, അത് തന്നെ ഇരുന്നു കൊള്ളുക. If you read chapter 4 verse 8 onwards, it is talking about the word of God. 4:8 മുതൽ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ടോക്കിംഗ് ആണ് So സംസാരിക്കുന്നത്. that means if he relay or flow with the word, എന്ന് വെച്ചാൽ ദൈവവചനത്തിന്റെ കൂടെ നീ സഞ്ചരിക്കുമ്പോൾ it will lift you up. അത് നിന്നെ ഉയർത്തുവാനിടയാകും. The word, your progress will be evident to all. In English, നിന്റെ ഉയർച്ച അഭിവൃദ്ധി. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടത്. that means your name will famous in abroad. നിന്റെ പേര് എബ്രോഡിൽ പ്രശസ്തമായിരിക്കും. അഭിവൃദ്ധി. How many of you going to join with me? എത്ര പേർ എന്നോട് യോജിക്കാനിടയാകുന്നുണ്ട്? You are going to cross borders. നിങ്ങളുടെ പരിധികൾ നിങ്ങൾ കടന്നപ്പുറത്ത് പോകാനായി പോകുന്നു. I am prophesying to this church today. ഞാൻ ഈ സഭയോട് പറയുകയാണ്, How many of you believe and stand for the Holy Spirit? എത്ര പേർ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി നിൽക്കുമെങ്കിൽ? Hallelujah. Are you ready to separate from this ഈ world? ലോകത്തിൽ നിന്ന് വേർതിരിയാൻ നീ റെഡിയാണെങ്കിൽ Live a lifestyle of the word, a lifestyle of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ജീവിത രീതിയിൽ നീ ജീവിക്കാൻ റെഡിയാവുമെങ്കിൽ I'm challenging you. ഞാൻ നിന്നെ You വെല്ലുവിളിക്കുകയാണ്. are crossing borders. നിന്റെ അതിരുകൾ നീ You കടക്കുകയാണ്. are crossing borders. നിന്റെ അതിരുകൾ നീ കടക്കുകയാണ്. How many of you refuse to live an ordinary നീ life? ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ എത്ര പേർ നിരസിക്കുന്നുണ്ട്? Truly, from my heart I am saying, I don't want to live an ordinary life. സത്യമായി എന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് പറയട്ടെ, ഒരു സാധാരണ ജീവിതം ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. I want to cross the borders now onwards. എനിക്ക് എന്റെ അതിർവരമ്പുകൾ ഇപ്പോൾ കടക്കണം. I want to live like a limitless person. എനിക്ക് പരിധിയില്ലാത്ത ഒരു മനുഷ്യനെ പോലെ എനിക്ക് ജീവിക്കണം. Church, I am prophesying to you. സഭയെ ഞാൻ നിന്നോട് പ്രവചിക്കുകയാണ്. Those who are believing this word today, ഈ വചനം ആരൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ, those who are stand firm with the word of ഈ God, വചനത്തിന് വേണ്ടി ആരൊക്കെ നിൽക്കുമെങ്കിൽ, from today ഇന്ന് മുതൽ you are crossing the limits. നിന്റെ പരിധിയെ നീ കടക്കുകയാണ്. You are crossing the borders. നിന്റെ അതിരുകളെ നീ കടക്കുകയാണ്. Chita lakata rakaba. Chita lakarakaba. Join us, stand in front of me. Listen, do like this. ഇതുപോലെ നിങ്ങൾ ചെയ്താട്ടെ. If you are ready to separate for the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വേർതിരിയാൻ റെഡിയാണെങ്കിൽ, I am taking you to another level. നിങ്ങളെ അടുത്ത നിലവാരത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുകയാണ്. Cross your border in the name of Jesus. യേശുവിൻ നാമത്തിൽ നിന്റെ പരിധിയെ ഞാൻ വലിച്ചു കയറ്റുന്നു. I call you to cross the border. ഞാൻ നിന്റെ പരിധി, നിന്റെ ബോർഡറിനെ ക്രോസ് I ചെയ്യാൻ call you to സഹായിക്കുന്നു. cross the border. ഞാൻ നിന്റെ പരിധിയെ ഞാൻ I പിടിച്ചു call you to മാറ്റുന്നു. cross the border. നിന്റെ പരിധിയിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റുന്നു. അടുത്തിരിക്കുന്ന ആളെന്ന് വലിച്ചിട്ട് പറ, I call you to cross the border. ഞാൻ പരിധിയിലേക്ക് എടുത്തു മാറ്റുന്നു. Your name will be famous in abroad. നിന്റെ പേര് ലോകമൊത്തം പ്രശസ്തമാകും. Your name will be famous in abroad. നിന്റെ ലോകരാജ്യങ്ങളിൽ നിന്റെ പേര് അടുത്തിരിക്കുന്നവരോട് ചെയ്യുക, പ്രശസ്തമാകും. your name will be famous in abroad. എബ്രോഡിൽ നിന്റെ പേര് ഫേമസ് ആകും. തുള്ളി ചാടിക്കൊണ്ട് പറ, ഹല്ലേലൂയ.
ലാസ് പരബൽ ഖാദകലകര. People are thinking I'm just doing something. ആൾക്കാർ ചിന്തിക്കുന്നത് ഞാൻ എന്തോ ഒരു കാര്യം ചെയ്യുന്നതാണ്. I'm doing a prophetic action. ഞാൻ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. I'm trying to call you and pull you out of the old limits and put you into a new level of limits. നിന്റെ പഴയ പരിധിയിൽ നിന്ന് നിന്നെ അവിടുന്ന് വലിച്ചു മാറ്റി ഞാൻ പുതിയ പരിധിയിലേക്ക് Come on, church. You are getting into a new limit. നീ ഒരു പുതിയ നിലവാരത്തിലേക്ക് എത്തുകയാണ്. Justin, please come. Prince, please come. Stand here. I am taking you to another level. I take you to another borders. I'm taking you to another border. Come on, church. Wish you, Lord. Holy Spirit is moving. പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. Holy Spirit is moving. പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. This is the day. ഇത് ദിവസമാണ്. You are getting into another realm of spirit. നിങ്ങൾ ആത്മാവിന്റെ അടുത്ത നിലവാരത്തിലേക്ക് The realm of new level of realm of spirit. ആത്മാവിന്റെ പുതിയ നിലവാരത്തിലേക്ക്. Do you know what I am sharing to you now? ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? It is getting to the realm of spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ വേറെ നിലവാരത്തിലേക്ക് കടക്കുന്നതിനെ My words get in the realm of the spirit. എന്റെ ആത്മാവ് അടുത്തൊരു നിലവാരത്തിലേക്ക് കടക്കുകയാണ്. So ഞാൻ പറയുന്ന വാക്കുകൾ ആത്മാവിന്റെ അടുത്തൊരു പ്രതലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ വാക്ക് It will lift you to another position. അത് നിന്നെ വേറൊരു അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഇടയാകും. Get into അതിലേക്ക് പ്രവേശിച്ചാണ്. അടുത്തിരിക്കുന്ന ആളുകളെ നോക്കല്ലേ. Receive. Respond. പ്രതികരിച്ചാട്ടെ. റോജേങ്ങ് വന്നേടെ. പ്രദീപങ്ങുവാ. ഷാരോണങ്ങുവാ. അവിടെ നിൽക്കോ. രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. Come on, church. How many of you have a desire? I don't want to live in this situation. I don't want to live an ordinary life. I am fed up with this ordinary life. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ സാധാരണപ്പെട്ട ജീവിതം എനിക്ക് വേണ്ട, ഞാൻ മടുത്തു ഈ സാധാരണപ്പെട്ട ജീവിതത്തിന്. So most of the people are going to Canada, Sharon. കൂടുതൽ ആൾക്കാർ കാനഡയിലേക്ക് പോകുകയാണ്. They are settled there, they earn something and married a good girl and good salary and new cars. അവിടെ പോയി But I tell you it is common. അതൊരു സാധാരണ കാര്യമാണ്. Everyone can achieve. എല്ലാവർക്കും അത് പ്രാപിക്കാനായി സാധിക്കും. But when you receive the Holy Spirit, നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. You are not receiving the common thing. You are receiving extraordinary thing. നീ ഒരു സാധാരണ കാര്യമല്ല. You are receiving godliness. നീ അസാധാരണമായ കാര്യമാണ് സ്വീകരിക്കുന്നത്. You are receiving reachings of God. നീ ദൈവത്തിങ്കലേക്കാണ് നീ എത്തുന്നത്. Don't live an ordinary life. നീ ഒരു സാധാരണ ജീവിതം ജീവിക്കരുത്. കല്യാണം കഴിച്ച 2 പിള്ളേരുണ്ടായി. പിള്ളേർക്ക് വേണ്ടി ജീവിച്ചു, അവരെ കെട്ടിച്ചു. കെട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചുങ്ങളെ നോക്കി മടുത്തില്ലേ നിങ്ങള്? എന്തൊരു ജീവിതമാ. സമ്പാദിച്ചത് മുഴുവൻ കൊച്ചുങ്ങൾക്കും കൊടുത്ത കൈയും കാലും ഇതെല്ലാവരും ജീവിക്കുന്ന ജീവിതമാ. എനിക്ക് എല്ലാവരും ജീവിക്കുന്ന ജീവിതം ജീവിക്കണ്ട. ഞാൻ കരഞ്ഞോണ്ടാ പറയുന്നേ. എനിക്കൊരു സാധാരണ ജീവിതം വേണ്ട.
വിശ്വസിക്കണം. You have to believe. I don't want to live like an ordinary people. I don't want to live like an ordinary man. എനിക്കൊരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല. You are anointed നീ അഭിഷേകം പ്രാപിച്ചവനാണ്, like a king. ഒരു രാജാവിനെ പോലെ. The anointing of the king രാജാവിന്റെ അഭിഷേകം resting upon you. നിന്റെ മേൽ വസിക്കുന്നുണ്ട്. Say to your neighbor, the kingly anointing is upon you. അടുത്ത വ്യക്തിയോട് പറഞ്ഞാട്ടെ, രാജകീയ അഭിഷേകം നിന്റെ മേലുണ്ട്. You are not a servant, you are a leader. നീ ഒരു സെർവന്റ് അല്ല, നീ ഒരു നേതാവാണ്. There is no power in the word of servant. ഒരു സെർവന്റിന്റെ വാക്കുകൾക്ക് അധികാരമില്ല. But the word of the king has power. പക്ഷെ രാജാവിന്റെ വാക്കുകൾക്ക് അതിന് ശക്തിയുണ്ട്. That's why you receive the kingly anointing. അതുകൊണ്ടാണ് നിനക്ക് രാജകീയ അഭിഷേകം നിന്റെ മേൽ പകരപ്പെടുവാനിടയായത്. You are a royal priest. നീ രാജകീയ പുരോഹിത വർഗമാണ്. Royal priest. നീ രാജകീയ പുരോഹിത വർഗമാണ്. Royal priest. രാജകീയ പുരോഹിത. That means you are a king also like a priest. എന്ന് വെച്ചാൽ നീ രാജാവും അതേപോലെ നീ പുരോഹിതനുമാണ്. The words of the priest has power. പുരോഹിതന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. The words of the kings has power. രാജാവിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. That means your words are not an ordinary word. എന്ന് വെച്ചാൽ നിന്റെ വാക്കുകൾ സാധാരണ വാക്കുകളല്ല. Don't use it like a careless word. നീ ഒരു സാധാരണ ആവശ്യമില്ലാതെ ഉപയോഗിക്കേണ്ട വാക്കുകളല്ലത്. Useless word. No useless word. യൂസ്ലെസ് ആയ No വാക്കുകൾ careless ഉപയോഗിക്കരുത്. word. careless ആയ വാക്കുകൾ ഉപയോഗിക്കരുത്. I am a king. ഞാൻ രാജാവാണ്. I am a priest. ഞാൻ പുരോഹിതനാണ്. Proud of it. ഞാൻ ബഹുമാനമുള്ളവനായിരിക്കാം. Proud of it. അഭിമാനമുള്ളവനായിരിക്കാം. I am an anointed one. ഞാൻ അഭിഷേകം പ്രാപിച്ചവനാണ്. The world has nothing in me. ലോകത്തിന് എന്റെ മേൽ ഒരു അവകാശവുമില്ല. ഒരു സാധാരണ ജീവിതം ജീവിച്ച് മടുത്തു എന്ന് തോന്നുന്നവരോട്, കല്യാണം കഴിച്ച് 2 പിള്ളേരുമായി അതിനെ കെട്ടിച്ചു, ജോലിയുമായി അവറ്റ കൊച്ചുങ്ങളെ നോക്കി ഒരു വീടും വെച്ചോ, അങ്ങനെയല്ലെന്നേ. ഇവിടെ ജീവിക്കുന്നെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്ത് ജീവിക്കാൻ ആ ദൈവം എന്നെ വിളിച്ച്. നാളെ നിന്നെയും കല്യാണം കഴിയും, 2 പിള്ളേരും ഉണ്ടാകും. അത് സാധാരണ എല്ലാ പെൺകുട്ടികളും അങ്ങനെ അടി മോളെ. ഞാൻ ഇവളോട് തന്നെ പറഞ്ഞേ, നീയും കല്യാണം കഴിക്കും, 2 കൊച്ചുങ്ങളുണ്ടാവും, കെട്ടിയവന് വേണ്ടി ജീവിക്കും. നോ, യു ആർ സെപ്പറേറ്റഡ്. കോൾ ടു ദ കിങ് ഓഫ് കിങ്. രാജാതി രാജാവായി ജീവിക്കുക. കോൾ ഫ്രം ദ കിങ് ഓഫ് കിങ്. രാജാതി രാജാവിൽ നിന്നാണ് ആ വിളി വന്നത്. And what a beautiful calling upon me. എത്ര മനോഹരമായ വിളിയാണ് എൻ്റെ മേലുള്ളത്. That's why God separate me in this world through His Spirit. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ആത്മാവിനെ നൽകി എന്നെ ലോകത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാനിടയായത്. Say to yourself, നിന്നോട് I refuse to live an ordinary life. ഞാൻ സാധാരണ ജീവിതം ജീവിക്കുന്നതിനെ ഞാൻ നിരാകരിക്കുന്നു. Come on. ഞാൻ സാധാരണ I refuse to live an ordinary life. ഞാനൊരു സാധാരണ ജീവിതം ജീവിക്കാൻ ഞാൻ നിരാകരിക്കുന്നു. I want to live like a royal priesthood. ഞാൻ ഒരു രാജകീയ പുരോഹിതനെ പോലെ എനിക്ക് ജീവിക്കണം. ദൈവവചനത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനെ ഓണർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അടുത്ത ബോർഡറിലേക്ക് വന്നാട്ടെ. ഐ മീൻ നമ്മൾ വെച്ചിരിക്കുന്ന പരിധികളിൽ നിന്നും അടുത്ത അനുഭവങ്ങളിലേക്ക് വന്നാട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ സിസ്റ്റർ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. സിസ്റ്ററിൻ്റെ പേര് അഞ്ജന എന്നാണ്. സിസ്റ്റർ അത്ഭുത രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. സിസ്റ്ററിൻ്റെ വയറ്റിൽ യൂട്രസിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അത് തൃശ്ശൂർ ചർച്ചിലത്തെ ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ച ശേഷം ഡോക്ടറത്തെ ടെസ്റ്റ് ചെയ്ത് സ്കാനിങ് ചെയ്തപ്പോൾ പൂർണ്ണ സൗഖ്യം വന്നു എന്നുള്ള അത്ഭുത സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശു ചെയ്തെന്ന് കുറച്ചും കൂടെ ചോണയുടെ ഒരു ആമിയം പറഞ്ഞ്. സിസ്റ്ററിന്റെ പേര് പറയാവോ?
അജന്യ, ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ മുഴ മാറിയെന്ന് മനസ്സിലായേ? അത് രണ്ടാമത് സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാനിങ് റിപ്പോർട്ട് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ മാറി. ആദ്യത്തെ പരിശോധനയിൽ മുഴയുണ്ടായിരുന്നു. ഈ മുഴയുണ്ടായിരുന്നോണ്ട് മോൾക്ക് എന്തായിരുന്നു പ്രയാസം ഉണ്ടായിരുന്നത്? എനിക്ക് വയറ് നല്ല വേദന ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വയറ് വേദന എടുക്കും. അങ്ങനെയാണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചത്. വെയിറ്റ് കൂടാൻ തുടങ്ങി. ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചത്? ആദ്യം ഇരിഞ്ഞാലക്കുട കാണിച്ചത്. ഇരിഞ്ഞാലക്കുട. പിന്നെ ഏത് ഹോസ്പിറ്റലാണ് രണ്ടാമത് സ്കാൻ ചെയ്തത്? മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിലാണ് രണ്ടാമത് സ്കാൻ ചെയ്തത്. അവിടെ വെച്ചാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് മുഴ ശരീരത്തിലില്ല, മാറിപ്പോയി എന്ന് പറഞ്ഞത്. ഒന്ന് കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. രണ്ടാമത്തെ ഒരു സാക്ഷ്യം പറയുന്നത്, സിസ്റ്ററിന്റെ വീടിന്റെ ആധാരം ബാങ്കിലായിരുന്നു. അത് എടുക്കാൻ ഒരു വിധത്തിലും സാധ്യമല്ല. സാമ്പത്തികമായിട്ട് സഹായിക്കാനോ അല്ലെങ്കിൽ സ്വർണം പണയം വെച്ച് വെക്കാനോ ഒന്നിനും ഒരു സാധ്യമല്ലാത്ത ഒരു സമയത്ത് അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലത്തെ അവര് പറഞ്ഞു, ഞാൻ മുഴുവൻ അടച്ച് നിങ്ങളുടെ ആധാരം തിരികെ എടുത്ത് തരാം എന്ന് പറഞ്ഞ് അത് ഇപ്പൊ എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നല്ല മനുഷ്യരും ഉണ്ട്. അതിന്റെ ആധാരം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫോട്ടോ ഫോണിലുണ്ട് എന്നാണ് സിസ്റ്റർ പറയുന്നത്. കുഴപ്പമില്ല. നിങ്ങള് അമ്മ നിൽക്കുന്ന വീട്ടിലെ ആളുകളുടെ പേരെന്തുവാ? മാത്യൂസ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. അങ്ങനെയുള്ള ആളുകളൊക്കെ കുറവാ നാട്ടിലെ. നമുക്ക് ആ മാത്യൂസിനെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അനേകം മാത്യൂസ്മാർ എഴുന്നേക്കട്ടെ. സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ രാജ്യത്തുണ്ടാകട്ടെ. നിങ്ങൾ ഇതിനെന്താ കൈയടിക്കാത്ത? കർത്താവേ, മാത്യൂസിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇങ്ങനെ സഹായിക്കാൻ കഴിയുന്ന മനസ്സുള്ള ആളുകൾ ഉണ്ടാകട്ടെ. ഇതൊരു അത്ഭുതമാണ്. തന്റെ വീട്ടിൽ നിൽക്കുന്ന വേലയ്ക്ക് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ആധാരം പണയം എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മനസ്സാണ്. കർത്താവിന്റെ കൃപയാണ്. ആ വീടിനോട് ദൈവം ചെയ്ത കൃപയ്ക്കായി നന്ദി. താങ്ക് യു ബ്രദർ. ഈ സിസ്റ്ററുടെ പേര് ഓമന. വടൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. സിസ്റ്റർക്ക് സന്ധിവാദത്തിൽ നിന്ന് അത്ഭുതകരമായ സൗഖ്യം കിട്ടിയത് പറയാനാണ് ഇപ്പൊ ആയിരിക്കുന്നത്. സന്ധിവാദമായിരുന്നു. സന്ധിവാദത്തിൽ നിന്ന് വിടുതൽ കിട്ടി. 9 മാസമായി സിസ്റ്റർ വളരെ ഭാരപ്പെട്ടിരുന്നു സന്ധിവാദത്താല്. സിസ്റ്റർക്ക് ഞരമ്പ് ചുരുങ്ങുമായിരുന്നു, ഞരമ്പ് ഉരുണ്ട് കയറുമായിരുന്നു, ഇടുപ്പിൽ പിടുത്തം ഉണ്ടായിരുന്നു, ഞരമ്പ് തരിപ്പുണ്ടായിരുന്നു, ശരീരത്തിലെ എല്ലാ ഭാഗത്തും എല്ലുകൾക്ക് വേദന ഉണ്ടായിരുന്നു. കൈകൾ കൊണ്ട് ഒന്നും ഉയർത്തുവാനോ കൈകൾ ഉയർത്തുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ ജോൺ ബ്രദറിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ബ്രദർ അങ്ങോട്ട് ചോദിച്ചു, സിസ്റ്റർക്ക് സന്ധിവേദന ഉണ്ടോ എന്ന് ചോദിച്ചു. സന്ധിവേദനയാൽ ഭാരപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ സിസ്റ്റർ താഴെ വീണു എന്നാണ് പറയുന്നത്. എന്നിട്ട് വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഇതുവരെ അത് ഒരു ഭാരം ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. സന്ധിവേദന മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് സന്ധിവേദന പോയി. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബ്ലെസ് യു. സന്തോഷത്തോടെ. ദൈവത്തിന്റെ ഓരോ അത്ഭുതങ്ങളും ശ്രേഷ്ഠതയുള്ളതാണ്. ഒരുപക്ഷെ നിസ്സാരം ഒരു തലവേദന മാറിയതായിരിക്കാം നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ആ വ്യക്തിയോട് ചോദിച്ചാൽ അദ്ദേഹം ഇത്രത്തോളം ഈ സാക്ഷ്യം പറയാൻ കാരണമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ രോഗം തന്നെ അലട്ടിയ ആ വേദനയുടെ അനുഭവത്തിൽ നിന്നാണ്. അതിൽ ചില വ്യക്തികൾ പറയാറുണ്ട്, അവരുടെ ഓർമ്മയായ കാലം മുതൽ അല്ലെങ്കിൽ 15 വയസ്സ് മുതൽ മൈഗ്രെയിൻ ഉള്ളവരുണ്ട്. തലവേദനയാണ്, നാളുകളായി, 20 വർഷമായി, 30 വർഷമായി, ജനിച്ച കാലം മുതലേ തൻ്റെ കൂടെ ഉള്ളതുപോലെയാണ് ആ രോഗത്തെ കാണുന്നത്. അതിൽ നിന്ന് ഇനിയൊരു മോചനം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതിന് ശരിയായൊരു മരുന്നില്ല എന്ന് പറയുന്ന പല രോഗങ്ങളാലും ഭാരപ്പെടുന്നവരുണ്ട്. എന്നാൽ അത് തൻ്റെ ലൈഫിൽ നിന്ന് പോയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് സൗഖ്യമായി എന്ന് പറയുന്നത്, അത് തനിക്ക് കിട്ടുന്ന വലിയൊരു റിലീഫാണ്. ഇതേപോലെ തന്നെ കൊച്ചത് വലുത് അല്ലെങ്കിൽ നിസ്സാരം എന്ന് പറയുന്ന പല കാര്യങ്ങളും സൗഖ്യമാകുമ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിക്ക് അത് എത്രത്തോളം അസ്വസ്ഥതയുള്ളതായിരുന്നു, അല്ലെങ്കിൽ വേദനയുള്ളതായിരുന്നു, തന്നെ അലട്ടിയിരുന്നായിരുന്നു. ഓരോ സൗഖ്യങ്ങളും ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയിൽ നിന്ന് വെളിപ്പെടുന്നതാണ്. നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഏതു തന്നെയാണെങ്കിലും അതിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ഒരു പക്ഷേ നമ്മൾ പറയും, ഇത് ഭാരത്തോട് പ്രാർത്ഥിക്കാത്ത പല കാര്യങ്ങളും പലരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ ചെറുതെന്ന് നമ്മൾ കാണുന്നതോ വലുതെന്ന് നമ്മൾ കാണുന്നതുമായ ഏത് സാഹചര്യമാണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ,
പൂർണ്ണ ആരോഗ്യത്തോടെ നടത്തുവാൻ കഴിയുന്ന, പൂർണ്ണ സന്തോഷത്തിൽ ഞങ്ങളെ ജീവിപ്പിക്കുമാറാക്കുന്ന, പൂർണ്ണ നന്മയിൽ ഞങ്ങളെ സന്തോഷത്തോടെ നടത്തുന്ന അവിടുത്തെ കൃപയ്ക്ക് നന്ദി പറയുന്ന കർത്താവെ. ഇവിടെ ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും ദൈവത്തെ അനുഭവിക്കണം കർത്താവെ. ദൈവത്തെ അനുഭവിക്കണം അപ്പാ, ദൈവത്തെ അനുഭവിക്കണം അപ്പാ. നിന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു, നിന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, എനിക്കൊരു കുഞ്ഞു മോളെ കാണാം. ആ മോളുടെ ശരീരത്തിൽ ഉറുമ്പ് പോലെ എന്തോ കടിച്ചിട്ട് തടിച്ചിട്ടാണായിരിക്കുന്നത്. ആ ഭാഗം തിണുത്തിട്ടാണായിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ, അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഹാലുറൂഷകരം തരേക്കറോ. സാധാരണ നമ്മൾ ഉറുമ്പ് കടിക്കുകയോ എല്ലാം ചെയ്ത മണിക്കൂറുകൾക്ക് അത് മാറിപ്പോകും. പക്ഷേ ഇത് ഒരു ദിവസം കഴിഞ്ഞു, 1.5 ദിവസം കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. കർത്താവെ, അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവെ, ചില വ്യക്തികൾ തൻ്റെ കൃഷിയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്നത് കാണാം. കർത്താവെ, ആ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം അപ്പാ. അപ്പാ, അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ, അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ. നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അപ്പാ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. സാമ്പത്തിക നന്മകൾ കർത്താവെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ അപ്പാ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവെ, അവർ അനുഭവിക്കുന്ന ഞെരുക്കത്തിന്മേൽ കർത്താവെ അപ്പാ, അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടണം. അവിടുത്തെ വിടുതൽ ഇവർ അനുഭവിക്കണം. ദൈവിക സമൃദ്ധി ഇവർ അനുഭവിക്കണം കർത്താവെ. കളപ്പുരകൾ നിറഞ്ഞു കവിയുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മരുഭൂമിയിലും വെള്ളം തരാൻ കഴിയുന്ന സ്വർഗം അല്ല, വരണ്ട പ്രദേശത്ത് നീരുറവയെ തുറക്കുന്നവൻ, പ്രതികൂല സാഹചര്യങ്ങളിൽ നന്മയെ കൊണ്ട് നിറയ്ക്കുന്നവൻ കർത്താവെ. ഈ കുടുംബങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ, ഈ കുടുംബങ്ങൾ അങ്ങയുടെ ശ്രേഷ്ഠത അനുഭവിക്കട്ടെ അപ്പാ, ഈ കുടുംബങ്ങൾ അങ്ങയുടെ ശ്രേഷ്ഠത അനുഭവിക്കട്ടെ അപ്പാ. സാഹചര്യങ്ങൾ ഒരിക്കലും തുണയല്ല എന്ന് പറയുന്നു. ഈ സമയത്ത് നന്മ ഉണ്ടാകത്തില്ല എന്ന് ചിന്തിക്കുന്നവർ കർത്താവെ, തങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണട്ടെ അപ്പാ, ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണട്ടെ അപ്പാ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠത അവരുടെ ലൈഫിൽ വെളിപ്പെടട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയെ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.